ഹലോ ഗൈസ്, ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇപ്പോൾ രാവിലത്തെ മുഖമാണ്. പിന്നെ ഞാൻ അടുപ്പുണ്ടാക്കിയില്ല. അടുപ്പാട്ടോ എങ്ങനെയുണ്ട്. ഇവിടെ ഒരു മാസം കൊണ്ട് ഗ്യാസ് തീരുകയാണെന്നുള്ളൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് കിട്ടി. അപ്പോൾ ഒരു അടുപ്പുണ്ടാക്കുക കേട്ടോ. പിന്നെ ദോശയും അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. പിന്നെ കാപ്പിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേരും ഇവിടെ കളിക്കുന്നുണ്ട് താഴെ. പിന്നെ അപ്പൻ അവിടെ ഇരുന്നിട്ട് TV കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂടിയിട്ട് തല്ല് കൂടും. അവൻ്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് അടിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടപ്പോൾ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തനുണ്ട്. അതൊരു 10-11 മണിയായപ്പോൾ അത് കഴിച്ചു കേട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ തണ്ണിമത്തൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിന് കറി വെക്കണമല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇന്നലത്തെ മീൻ കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാമട്ടിൽ നടക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് അടുപ്പി വെക്കുമ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചെറിയ ആളെ കുളിപ്പിക്കാനുള്ള വെള്ളവും അടുപ്പി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, കുളിപ്പിക്കലും നടക്കില്ല. അതുകൊണ്ട് വെള്ളമായി അപ്പോഴേക്കും ചൂടുവെള്ളം പച്ചവെള്ളം കലർത്തി സോപ്പ് വെച്ചു എല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവനെ കിടത്തി ഉറക്കി ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ ചോറും മീൻകറിയും ഉരുളക്കിഴങ്ങ് കറിയും കൂടെ കുറച്ച് ചോറുണ്ണാണ് കേട്ടോ. സമാധാനത്തിൽ ചോറുണ്ണാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സമാധാനം. അത് കഴിഞ്ഞ് ഞാൻ ചോറുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഭയങ്കര കാറ്റും മയിൽ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ മഴ പെയ്യാനാണ് തോന്നണമെന്ന് പറഞ്ഞിട്ട് അപ്പൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്ര നന്നായാലും മഴ പെയ്ത് ചെറുതായി ചാറിപ്പോയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരുങ്ങി നിൽക്കുന്ന ഡാമിൽ പോകാനാട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നേ, അത് അങ്ങനെ ഒരുങ്ങി നിൽക്കണത്. പിന്നെ സ്കൂട്ടി പോകുന്നതുകൊണ്ടായിട്ട് നല്ല ഉണ്ടക്കെട്ട് കിട്ടുന്നത്. പിന്നെ സാധനം വാങ്ങാൻ പോയി തിരിച്ചു വന്നു. സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അമ്മയുടെ നൈറ്റി ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നൈറ്റി പിന്നെ പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി കഴിക്കാം കേട്ടോ കാപ്പിയുടെ കൂടെ. അത് കഴിച്ചു, കാപ്പിയും കുടിച്ചു. പിന്നെ പൂപ്പീനെ ഡാമിൽ കൊണ്ടുപോയില്ല. അപ്പോൾ അതിന് അവന് സങ്കടം കരച്ചിലാണ്. അപ്പം അത് കേൾക്കുകയാണ് ഞാൻ കേട്ടോ. പിന്നെ അവന് ഇവിടെ ഉള്ള പൂച്ചേൻ്റെ ഞങ്ങളുടെ വീട്ടിലല്ല, വേറെ പൂച്ചേനെ കൂടെ കളിക്കണം. അവന് പൂച്ചയുടെ മന്ത് 2 ഇഞ്ചക്ഷൻ എടുത്ത കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചു. 7:30 ആകുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന ചെല്ലും കേട്ടോ. പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും കഴിച്ചു കേട്ടോ. ജേസേട്ടൻ ഉണ്ടാക്കിയതാട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പോലെ ഇത്ര നന്നാവില്ല, പക്ഷെ ആൾ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പോപ്പി ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ പിൻഗാമി സിനിമ കണ്ടു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് നല്ല രസമല്ലേ, അത് കണ്ടു കേട്ടോ. അത് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പം കുറച്ച് നേരം കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നടന്നു പുറത്തോട്ട്. നോക്കുമ്പോൾ നല്ല നിലാവെളിച്ചം ഉണ്ട് കേട്ടോ. നിലാവെളിച്ചമൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ഗായ്സ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫ്രണ്ട്സ്.